ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. ഇതിൽ നോർവേയെക്കുറിച്ച് ആദ്യമേ തന്നെ രണ്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. നോർവേയിൽ ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഫീലിങ്സാണ് നോർവേക്കാർക്കുള്ളത്. നോർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു മാധ്യമം. ആഫ്റ്റൻ പോസ്റ്റൻ എന്ന് പറഞ്ഞ മാധ്യമമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ ആഫ്റ്റൻ പോസ്റ്റന് ശരിക്കും കുറച്ച് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, ഇതിൻ്റെ ഫണ്ടിങ് സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ. പക്ഷെ അതിലുപരിയായിട്ട് ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഘോര പ്രസംഗിക്കുന്ന ഈ നോർവേ ഇടപ്പെട്ട കാലത്ത് ശ്രീലങ്കയിൽ തമിൽ ഈലം അതേപോലെ തന്നെ ഈ സിംഗള ഈ രണ്ട് ടീമുകൾക്കിടയിലുണ്ടായ അടി, അതിൽ LTT പ്രഭാകരനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് LTT പ്രഭാകരനെ ശ്രീലങ്കൻ ആർമി വധിച്ചതിന് ശേഷം അവിടെ ശരിക്കും ഒരു ജനസൈഡ് മാതൃകയിലുള്ള കലാപം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മീഡിയേഷന് വേണ്ടിയിട്ട് പോയത് ഈ നോർവേയാണ്. നോർവേ ഭയങ്കര പീസ് മേക്കറാണ്, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് സമാധാനത്തിന് ഇടപെടും. എന്നിട്ടും ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ അവർക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ഗാസയിലെ സമാധാനം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ലോകത്ത് നടക്കുന്ന പലതരത്തിൽ ഇപ്പോൾ ആഫ്രിക്കയുടെ ഉള്ളിൽ സാഹിൽ റീജിയനിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾക്കിടയിലൊന്നും ഇവർക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഒരു പരാജയപ്പെട്ട സമാധാന ഏജൻ്റാണ് നോർവേ. ഇരിക്കട്ടെ. അപ്പോൾ ഇവർ പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇരുന്ന് പാമ്പാട്ടുന്നത് പോലെയുള്ളൊരു കാർട്ടൂണാണ് അവർ പ്രസിദ്ധീകരിച്ചത്. അതായത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാർട്ടൂൺ തന്നെയാണത്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ചൈനയിൽ നിന്നും ഷീ ജിൻപിങ്ങിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ പിക്ടെയിൽ കാണിക്കുമോ? കാണിക്കത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ക്യാമലിനെ വെച്ചിട്ട് കാണിക്കുമോ? ഇതേപോലെ കാണിക്കത്തില്ല. പക്ഷേ ഇന്ത്യക്കാരോട് അവരിത് കാണിക്കും. കാരണം ഇവർക്കുള്ളത് ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ്, ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വർഗീയ വിഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ചീറ്റും. അതാണ് അവരുടെ സ്വഭാവം. ഇപ്പോൾ ഇവിടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം 140 കോടി ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക്കലി വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരുടെ പ്രതിനിധിയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, നാളെ വേറൊരു വ്യക്തിയാവാം, ആരും ആയിക്കോട്ടെ. പക്ഷേ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിന് പകരം ഇന്ത്യക്കാരോട് ചെയ്ത നെറികെട്ട ഏർപ്പാടാണ് ഈ മാധ്യമ സ്ഥാപനം, ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ചെയ്തത്. ഇത് നോർവേയുടെ ഉള്ളിൽ വളരെ പ്രശസ്തമായി പലരും വായിക്കുന്ന ഒരു മാധ്യമമാണ്. അതിൻ്റെ ഫ്രണ്ട് പേജിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ മാധ്യമം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നോ അവർ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നോ ഇങ്ങനെ പല രീതിയിൽ അവർ ഉരുണ്ട് കളിക്കും. പക്ഷെ അവരുടെ ഈ 21-ാം നൂറ്റാണ്ടിലും അവരുടെ പഴഞ്ചൻ ശൈലിയിലുള്ള അവരുടെ വർഗീയ വിഷം അവർ ഇന്ത്യക്കെതിരെ ചീറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ നോർവേയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഈ കരീബിയൻ ഐലാൻഡിൻ്റെ സൈഡിൽ നിന്നും കറുത്ത വർഗ്ഗക്കാരെ അടിമകളായിട്ട് സ്ലേവറിയിൽ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ്. ഇവർ സ്ലേവറി പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക കപ്പൽ നിർമ്മിച്ച് അയച്ചു വെച്ച ആൾക്കാരാണ്. അതിനുവേണ്ടി മാത്രം ഒരു സ്ലേവറി കപ്പൽ പ്രോഗ്രാം, ചാർട്ടഡ് പ്രോഗ്രാം ചെയ്ത് നടപ്പിലാക്കിയ ആൾക്കാരാണ് ഈ നോർവീജിയൻസ്. ഇതിനകത്ത് നോർവീജിയൻസ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഈ നോർവീജിയൻസിൽ ശരിക്കും സാമി എന്ന് പറഞ്ഞ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് യഥാർത്ഥ നോർവീജിയൻസ്. ഇപ്പോൾ ഇരിക്കുന്നത് നോർവീജിയൻസ് അല്ല. നോർവീജിയൻസ് എന്നുള്ള പേരിൽ മറ്റുള്ള ആക്ച്വൽ നോർവീജിയൻ ട്രൈബൽ സാമി ഗ്രൂപ്പിനെ അടിച്ചമർത്തിയിട്ട് അവരെ ഉന്മൂലനം ചെയ്തിട്ട് ജനസൈഡ് നടത്തിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ സോ കോൾഡ് നോർവീജിയൻസ്. ലേറ്റസ്റ്റ് 2023 നടന്ന ഒരു സർവേ, ആ സർവേയിൽ നോർവേയിൽ ഹ്യൂമാനിറ്റേറിയൻ വയലേഷൻസ് അഥവാ സ്ലേവറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലേവറി ഉണ്ട്. 3000 പേര് 2023 സ്ലേവറിയിലാണ് കഴിഞ്ഞുകൂടുന്നത് നോർവേയുടെ ഉള്ളിൽ. അത് വർക്ക് ഫോഴ്സ് ത്രൂ ഫോഴ്സ്ഡ് ലേബർ എന്നുള്ള നിലയിലുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ കൊടുക്കുന്നതിൽ വരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇവർ. അതുപോലെ ഈ 2023 3000 പേരെങ്കിൽ അതിപ്പം ശരിക്കും ഒരു 9000 മുതൽ 10000 പേരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇവരാണ് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കൊഞ്ഞണം കുത്തുന്നത്. ഇവരുടെ വൈക്കിംഗ് ഏജിൽ ത്രാൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്ലേവറിയൊക്കെ ഇവർ നടപ്പിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതായത് 800 മുതൽ 1300 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഇത്തരത്തിലുള്ള സ്ലേവറി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയ കാലമാണ്, അന്ന് ഇത് വളരെ പോപ്പുലർ ആയിട്ട് ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ്. സോ ഇവരും അത് ചെയ്തിട്ടുണ്ട് എന്ന് കരുതാം. 1660 മുതൽ 1806 വരെ ഇവർ
ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. കരീബിയൻ ഐലൻഡ് സൈഡിൽ നിന്ന് അടിമകളെ പിടിച്ചുകൊണ്ട് വരാൻ പ്രത്യേക കപ്പൽ അവർ ഡിസൈൻ ചെയ്ത് നൽകിയ ആൾക്കാരാണ്. അതിലൂടെ ഇവർ നിരവധി കരീബിയൻ കറുത്ത വർഗ്ഗക്കാരെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ കൾച്ചറാണ് ഏറ്റവും നല്ലത്, അതാണ് ഉന്നത കൾച്ചർ എന്ന് ധരിക്കുന്ന ഇവരുടെ ആ ഒരു ചിന്താഗതി, റേസിസ്റ്റ് ചിന്താഗതി, നിറം കൊണ്ടുള്ള റേസിസം വളരെ ശക്തമായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഇന്നത്തെ ഈ സോ കോൾഡ് നോർവീജിയൻസ്. ആ നോർവേക്കാരാണ് ഓസ്ലോയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. 1969 നോർവേയിൽ എണ്ണ കണ്ടെത്തുന്നത്, ക്രൂഡ് ഓയിൽ. അതുവരെ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് വളരെ മോശപ്പെട്ട ഹിസ്റ്ററിയാണ്. അതിലാണ് ഈ സ്ലേവറിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ കാലഘട്ടത്തിൽ ഇവർ 85,000 മുതൽ 1,10,000 ആൾക്കാരെ ഇവർ ഈ സ്ലേവറിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നോർവേ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന നമ്പേഴ്സൊക്കെ വളരെ വലുതാണ്. കാരണം അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ തന്നെ ഏതാണ്ട് ഒരു 50 ലക്ഷം വരുമായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഈ കഥകളൊക്കെ നടന്നിരിക്കുന്നത്. അത് ഇപ്പോഴാണ് 50 ലക്ഷം. അപ്പോൾ അന്ന് ഇതിനേക്കാളും തീരെ കുറവാണ്. മോഡേൺ ഡേ സ്ലേവറി ആൻഡ് മനുഷ്യക്കടത്ത്, ഇതാണ് നോർവേയുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ക്രൈസിസ്. ഗ്ലോബൽ സർവേ ഇൻഡെക്സ് 2023 അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3000 പേര്. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 10,000 പേര് ആയിട്ടുണ്ട് ഈ സ്ലേവറിക്ക് കീഴിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുടെ എണ്ണം. അതിൽ ഫോഴ്സ്ഡ് മാരേജ് വരെ ഉണ്ടെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അതായത് അവരുടെ ഈ ജാതി മതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഇത് ലോകമെമ്പാടുമുണ്ട് ഈ ജാതി. അത് വേറെ വേറെ ഫോമിൽ, ചില ട്രൈബൽ ഫോമിൽ, ചില ഗോത്രങ്ങളുടെ ഫോമിൽ, ചില സെക്റ്റുകളുടെ ഫോമിലൊക്കെ ആഗോളതരത്തിൽ ഈ ജാതി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് ജാതി ഉണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ ജാതി ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ മറച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആഗോളതരത്തിൽ ഈ സംഗതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ മാത്രമുള്ളൊരു സംഗതിയല്ല ജാതി. റാഫ്റ്റോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നോർവേയുടെ ഉള്ളിൽ ഇപ്പോഴും. അതായത് ഈ മോഡേൺ ഡേ സ്ലേവറി ഇല്ലാതാക്കാൻ, ഫോഴ്സ്ഡ് ലേബർ ഇല്ലാതാക്കാൻ, ഇതേപോലുള്ള മേഖലകളിൽ അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫൗണ്ടേഷൻ തന്നെ അവർ വെച്ചിട്ടുണ്ട്, റാഫ്റ്റോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാം തന്നെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് 1 ക്ലിക്കിൽ വായിച്ചു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവരാണ് ചന്ദ്രനിൽ സൗത്ത് പോളിൽ വരെ എത്തിയിരിക്കുന്ന ഇന്ത്യയാണ് ഈ നോർവേ ഇതുപോലെ അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അപമാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപമാനം നോർവേക്ക് തന്നെയാണ്. നോർവേ ഒരു $100 ബില്യൺ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതായത് 100 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെറിയൊരു തുകയാണ്, അത് വലിയ ഒരു എമൗണ്ട് ഒന്നുമല്ല. നോർവേ സംബന്ധിച്ചിടത്തോളം അവരുടെ സോവറൈൻ ഫണ്ട് വെച്ചിട്ട് അവരുടെ ഗവൺമെൻറ് ആണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്കുള്ളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഡിവിഡൻറ്റും അതിൻ്റെ ഗ്രോത്തും എല്ലാം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് അവരുടെ ഫണ്ട് ഗ്രോത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ്. അത് ഇന്ത്യയിൽ 6% ഗ്രോത്ത് ഉള്ള ഇന്ത്യയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു റിട്ടേൺസ് കിട്ടും. ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനുവേണ്ടി തന്നെയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിവേ അതെല്ലാം തന്നെ G2G റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ പത്രം, ആഫ്റ്റൺ പോസ്റ്റർ എന്ന് പറഞ്ഞ ഈ പത്രം ചൈനയുടെ കീഴിൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതിൻ്റെ തെളിവ്, എവിഡൻസ് ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ ആരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കോട്ടെ, പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെറിയ വ്യക്തിയല്ല, 140 കോടി ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ്, പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോർവേ ഗവൺമെൻറ് കാണിച്ച താല്പര്യം, ആ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് നോർഡിക് സബ്മിറ്റിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയത്. അപ്പോൾ അതൊരു ചെറിയ ഡെലിഗേഷൻ അല്ല അവിടെ എത്തിയത്. അപ്പോൾ ആ ഇന്ത്യൻ ഡെലിഗേഷൻ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് നോർവേ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പരിപാടി കാണിച്ചിരിക്കുന്നത്. നോർവേ ഗവൺമെന്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തകൾ വന്നിട്ടില്ല. ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് മാത്രമാണ് ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്, ഞങ്ങളുടെ രാജ്യം ഇങ്ങനെയാണ് എന്നാണ് അവർ പറയുന്നത്. അത് മനസ്സിലായി, അവരുടെ രാജ്യം ഇങ്ങനെയാണ്. അവരുടെ രാജ്യത്തിൽ ഇപ്പോഴും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും മനുഷ്യക്കടത്തും അതുപോലെ തന്നെ സ്ലേവറിയിൽ കഴിഞ്ഞുകൂടുന്ന ജനത താമസിക്കുന്ന ഒരു സ്ഥലമാണ് നോർവേ. അത് നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം വെളുത്ത വർഗ്ഗക്കാരനാണല്ലോ, അപ്പോൾ അവൻ കള്ളം പറയത്തില്ല. സായിപ്പ് പൊതുവെ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷെ അത് ഇപ്പോഴില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നെല്ലാം തന്നെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. ഈ നോർവേക്കാരന്മാരുടെ ചരിത്രവും ഇവരെങ്ങനെയാണ് ഇന്നത്തെ നോർവേ കെട്ടിപ്പടുത്തി ഉയർത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഇവര് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്തൊരു സാധനം 1969 ക്രൂഡ് ഓയിൽ കിട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യ. അങ്ങനെയല്ല, ഇന്ത്യക്ക് വിൽക്കാൻ പാകത്തിന് ഒന്നും തന്നെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ എളുപ്പത്തിൽ സുലഭമായിട്ട് എണ്ണ കുഴിച്ചെടുത്ത് വിറ്റിട്ടല്ല ഇന്ത്യൻ ജനത
താമസിക്കുന്നത്, പൊരുതി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ജീവിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധ്വാനം പ്ലസ് എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക്. അന്ന് പാമ്പിൻ്റെ കഥയാണ് ഇന്ത്യയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ മൗസുകളുടെ യുഗമാണ്. കമ്പ്യൂട്ടറിൽ എന്ത് വേണമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യക്കാരെ ഇത്തരത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ പാരൻസ്, അതേപോലെ നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, അത് ത്രൂ തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ നമ്മൾ നോർവേയെക്കുറിച്ച് ബോധേടേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവരുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഹോളണ്ട്, നെതർലാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ചോഴ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ടൈമിൽ ഉപയോഗിച്ചിരുന്ന ചെമ്പ് പട്ടയം അത് റിസീവ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി കൃത്യമായിട്ട് നോർവേക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഇങ്ങനത്തെ ചില ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയെക്കുറിച്ചുള്ള അവയർനെസ്, എന്താണ് ഇന്ത്യ എന്നുള്ളത് ഈ പൊതുലോകം മനസ്സിലാക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ചോഴ ഡൈനാസ്റ്റി എന്നാണ് പറയുന്നത്. ആ ഡൈനാസ്റ്റി അത്രമാത്രം വലുതായിരുന്നു. കംബോഡിയയിൽ പണിതിരിക്കുന്ന അങ്കോർ വാട്ട് ടെമ്പിൾ വരെ അതിൻ്റെ വിറ്റ്നസ് ആണ്. ബാലിയിൽ ഒട്ടാകെ കാണാൻ കഴിയും ഈ ചോഴ സാമ്രാജ്യത്തിൻ്റെ, അതായത് ഈ ചോഴ ഡൈനാസ്റ്റിയുടെ തെളിവുകൾ. വിശദമായിട്ട് നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക്, ഇറാൻ കോൺഫ്ലിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പേടിയിലാണ്, അലേർട്ടിലാണ്, ഒരു അവയർനെസ്സിലാണ്. അവർ ഇന്നലെ വൈകുന്നേരം കൂടി എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും അവർ എയർ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിരന്തരം അവർ എയർ സ്പേസ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സൈലൻസ്. വളരെ സൈലൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായിട്ട് ഒരു P-8 പൊസൈഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണ എയർക്രാഫ്റ്റ് ഇറാൻ്റെ സൈഡിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇറാനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ്. എന്നാലും ഇറാൻ വലിയ രീതിയിൽ അവരുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടൊന്നും പോയിട്ടില്ല. സൗദി അറേബ്യ വീണ്ടും അമേരിക്ക എടുത്ത് ഹജ്ജിൻ്റെ ടൈമൊക്കെ വരുന്നു, അപ്പോൾ അതുകൊണ്ട് ആക്രമണം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് സൗദി അറേബ്യ ടൈം പർച്ചേസ് ചെയ്യുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അവർക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവരുടേതായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട്. സൗദി അറേബ്യയുടെ നിലപാട് മാറ്റത്തിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ UAE ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരൊരു സെപ്പറേറ്റ് ഒരു സെക്ടർ രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യ തുടർച്ചയായിട്ട് അമേരിക്ക എടുത്ത് ടൈം ലൈൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് ആണെങ്കിൽ ആര് സമയം നീട്ടി ചോദിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ട്രംപ്. ആരെങ്കിലും പോയി ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, അപ്പോഴേ സമയം അങ്ങ് നീട്ടിക്കൊടുക്കും. അത് ഇത്രയും നാൾ പാകിസ്ഥാനായിരുന്നു, ഇപ്പം ഇടയ്ക്ക് ഖത്തർ വന്നു, ഇപ്പോൾ ഇതാ വീണ്ടും സൗദി അറേബ്യ വന്നിരിക്കുന്നു. കാരണം ഖത്തറിൻ്റെ സമയവും കഴിഞ്ഞു. ഖത്തർ ഒരു ടൈം ലൈൻ ചോദിച്ചു, അതും പാളിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത് സൗദി അറേബ്യ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഈദ് ഹോളിഡേയ്സ് കഴിയുന്നത് വരെ ഈ സൗദി അറേബ്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിലേക്ക്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു വിൽ ഡീൽ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം നടത്താൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പുതിയൊരു മാപ്പ് ഇറാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഫുജൈറ പോർട്ടും കൂടി കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ആ പരിധിക്കുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും ഇറാൻ്റെ കൺട്രോളിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UAE ടോട്ടലായിട്ട് കവർ ചെയ്തിട്ടാണ് ഇറാൻ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കടൽ തീരങ്ങളിൽ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള കൺട്രോളിലുള്ള നോട്ടിക്കൽ മൈലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കച്ചവടം നടത്താൻ അവർക്ക് റൈറ്റ് ഉണ്ട്. ഇറാൻ എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളുടെ, ഇൻക്ലൂഡിങ് ഒമാൻ, UAE ഉൾപ്പെടെയുള്ള 2 രാജ്യങ്ങളുടെയും അതിർത്തികൾ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഇറാൻ്റെ കൺട്രോളിലാണെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതിനെല്ലാം കാരണം അമേരിക്കയാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തി വരെ അവരുടേതാണെന്നുള്ള രീതിയിൽ അവകാശം പറഞ്ഞുകൊണ്ട് അവർ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് ശരിക്കും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയും, ഇനിയിപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൂട്ടിയാൽ തന്നെയും അമേരിക്ക ഒന്നും ചോദിക്കാൻ വരാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തിയും കൂടി ചേർത്ത് വരയ്ക്കുന്നത്. എനിവേ UAE ഇപ്പം ഒമാൻ്റെ, അതായത് ഒമാൻ്റെ 2 പോർഷനുണ്ട്. ഒമാൻ്റെ ഒരു ഫ്രണ്ടിലുള്ള പോർഷനാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. UAEക്ക് ഇപ്പുറത്ത് ഒമാൻ്റെ ഒരു മേജർ പോർഷനുണ്ട്. അപ്പോൾ ഈ ഒമാൻ്റെ മേജർ പോർഷനിലേക്കാണ് UAE പൈപ്പ് ലൈൻ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒമാൻ്റെ പോർഷൻസ് IRGC കവർ ചെയ്തിട്ടില്ല സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ പരിധിക്കുള്ളിൽ. ഈ മാപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അവർ വരച്ചിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുതിയ മാപ്പ്. അതേസമയം അമേരിക്ക ഏത് നേരത്തും ആക്രമണം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇറാൻ. അതേപോലെ അമേരിക്കയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റീഫൻ മില്ലർ ഒരു പ്രൊപ്പോസൽ, അതായത് അമേരിക്ക വൈറ്റ് ഹൗസിൽ നിന്നും ഒരു പ്രൊപ്പോസൽ ഇറാന് നൽകിയിട്ടുണ്ട്. ആ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻ്റ് വായിച്ചു നോക്കിയിട്ട് ഇറാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് ഇത് അവസാനിക്കും.
അല്ല അവർ സൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത തലത്തിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ചില രാജ്യങ്ങൾ ചില തരത്തിലുള്ള ചരട് വലികളൊക്കെ നടത്തും. ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ചരട് വലികൾ നടത്തും. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാനല്ല ജിയോ പൊളിറ്റിക്സ് കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നത്. വരുന്ന വാർത്തകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ആയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. വരുന്ന വാർത്തകൾ ജെന്യൂൻ ആയിട്ട് മനസ്സിലാക്കുന്ന വാർത്തകളാണ് നിങ്ങൾക്ക് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. ഞാൻ ജോൽസിനെ പോലെ ഇരുന്ന് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കരുതരുത്. ഞാൻ ഈ എയറിൽ നിന്നും സൃഷ്ടിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന വാർത്തയാണ് പറയുന്നത്. നിലവിൽ എന്താണോ വാർത്ത അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ നടന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ അസ്ട്രോളജി അല്ല ഇവിടെ നടത്തുന്നത്. അസ്ട്രോളജി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്ട്രോളജിയൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസ്ട്രോളജി ചാനലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. സൗദി അറേബ്യയ്ക്ക് നിലപാട് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലപാട് മാറ്റമുണ്ട്. ആ നിലപാട് മാറ്റം എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ 24 ഷിപ്പുകൾ കടന്നു പോയിട്ടുണ്ട്. ഇറാൻ ടോൾ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ പണം വസൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കപ്പലുകളും പണം അടച്ചുകൊണ്ട് കടന്നു പോകുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അസീം മുനീർ ഇറാനിൽ എത്തിയിട്ടുണ്ട്. തെഹ്റാനിൽ ചായയും ബിസ്ക്കറ്റും കുടിക്കണം തോന്നുമ്പോഴെല്ലാം അസീം മുനീർ പെട്ടെന്ന് തന്നെ മറ്റേ ആർമിയുടെ സൂട്ട് എടുത്തിട്ടിട്ട് നേരെ തെഹ്റാനിൽ പോയി ഇറങ്ങും. അബ്ബാസ് അരക്സിയെ കണ്ട് ഷേക്കൻഡൊക്കെ കൊടുത്ത് സംസാരിക്കും. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ ഇൻറ്റീരിയർ മിനിസ്റ്റർ നഖ്വി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടല്ലോ, മൊഹസിൻ നഖ്വി, നമ്മളുടെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിജയിച്ച ക്രിക്കറ്റിൻ്റെ ട്രോഫി എടുത്തുകൊണ്ട് പോയ വ്യക്തി. പുള്ളി 2 ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് വന്നിട്ട് അസീം മുനീർ അടുത്ത് പറഞ്ഞ് നല്ല ബിസ്ക്കറ്റും നല്ല ചായയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അടുത്ത് അസീം മുനീർ അവിടെ പോയിട്ടുണ്ട് ചായ കുടിക്കാൻ. ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലാണ്. ചൈനയിൽ, സെൻട്രൽ ചൈനയിൽ മഴയും വെള്ളപ്പൊക്കവും ഏതാണ്ട് 21 പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ ചൈനയിൽ ഷുവാൻഷു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ ഫ്ലഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ചൈനയിലുണ്ട്, ബെയ്ജിങ്ങിലാണ് പുള്ളി ഉള്ളത്. അപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ പൈപ്പ് ലൈൻ ഡീലിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള പൈപ്പ് ലൈൻ കണക്ടിവിറ്റീസാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ കപ്പൽ മാർഗമുള്ള കയറ്റുമതിയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് പൈപ്പ് ലൈൻ വഴി അവർക്ക് മറ്റുള്ള ഒരു രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെ പേടിക്കാതെ എണ്ണക്കച്ചവടം നടത്താം. ഇനി പതിയെ ചൈനയിൽ നിന്ന് നമ്മളും കൂടി ഒരു പൈപ്പ് ലൈൻ ഇങ്ങോട്ട് വലിക്കണം. അതാണ് നമ്മളും കൂടി ചെയ്യേണ്ടത്. അതിനുള്ള മാർഗം ഇന്ത്യ തീർച്ചയായിട്ടും തേടുന്നുണ്ടാവും. റഷ്യ ത്രൂ റെക്കമെൻഡ് ചെയ്ത് റഷ്യ ത്രൂ ചൈനയുടെ സംസാരിച്ച് ചൈനയുടെ നേരിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്തി എന്തെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ട് ഒരു പൈപ്പ് ലൈൻ ഇന്ത്യക്കുള്ളിലും കൊണ്ടുവരണം. റഷ്യൻ എണ്ണയുടെ പൈപ്പ് ലൈൻ. അത് ചൈന ത്രൂ ആണെങ്കിൽ ചൈന ത്രൂ. ചൈനയാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. സോ ടിബറ്റ് ലാൻഡ് വഴി നമുക്ക് കൊണ്ടുവരാനേ ഉള്ളൂ. പിന്നെ ഈ വൺ ചൈന പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ടിബറ്റിനോടൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ആ രീതിയിൽ കൊണ്ടുവരേണ്ടി വരും. നമ്മളിപ്പോൾ എത്രത്തോളം മത്സരിച്ചാലും ടിബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് രാജ്യം രൂപീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. സോ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും ഗുണകരമാകുന്ന രീതിയിൽ ഫോറിൻ പോളിസി രൂപീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈന ത്രൂ റഷ്യൻ പൈപ്പ് ലൈനൊക്കെ നമുക്ക് സാധ്യമാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.